പോലീസ് കേസ് ഗൗരവപൂർവ്വം കണ്ടെന്നും താൻ കേസുമായി മുന്നോട്ട് പോകുമെന്നും മാലാ പാർവതി പറഞ്ഞു. റാപ്പർ വേടനെതിരെ പീഡന പരാതി നൽകി യുവ ഡോക്ടർ. വിവാഹ വാഗ്ദാനം നൽകി 2 വർഷത്തോളം തന്നെ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചെന്നും യുവതി മൊഴി നൽകി. പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തു. അതേസമയം തനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണ് പരാതിയെന്ന് വേടൻ പറഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷയുമായി വേടൻ നാളെ ഹൈക്കോടതിയെ സമീപിക്കും. 2021 സമൂഹമാധ്യമം വഴി യുവതി വേടനുമായി പരിചയത്തിലാകുന്നത്. ശേഷം 2023 വരെ കോഴിക്കോടും കൊച്ചിയിലും വെച്ച് തന്നെ പലതവണ പീഡനത്തിനിരയാക്കിയെന്ന് യുവതി മൊഴി നൽകി. പിന്നീട് വേടൻ തന്നെ ഒഴിവാക്കുകയായിരുന്നുവെന്നും ശേഷം താൻ ഏറെക്കാലം മാനസിക സംഘർഷം അനുഭവിച്ചുവെന്നുമാണ് അതിജീവിതയുടെ മൊഴി. പരാതി നൽകിയ ശേഷം യുവതി നേരിടുന്നത് കടുത്ത സൈബർ ആക്രമണമാണെന്നും യുവതിയുടെ അഭിഭാഷക പറഞ്ഞു. പ്രൈവസിയെ നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അവര് ഒരു അതിജീവിതയാണ്. അവർ കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയി മാനസിക സംഘർഷങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് അറ്റൻഡ് ചെയ്ത് അവർ റിക്കവർ ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ. വേടനുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നുവെന്നും യുവതി മൊഴി നൽകി. നിലവിൽ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാധ്യ വ്യക്തമാക്കി. അല്ല, ഇപ്പോൾ പരാതി തന്നത് ഒരു യുവതിയാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് അന്വേഷണം തുടങ്ങുന്നുണ്ട്. അല്ല, അതിനകത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈൻറ്റിലുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി വരുന്നു. ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കും. മൊഴി പൂർണ്ണമായും എടുത്തു. ഇന്നലെ മൊഴി എടുത്തിട്ടാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. കോഴിക്കോട് മാമി തിരോധന കേസിൽ ലോക്കൽ പോലീസിന് ഗുരുതര